Hi students, I am Praveen Sebastian Paul. In this lecture, we are discussing about an NSS program officer, the appointment of a program officer, the duties and functions of a program officer. So the NSS program officer is expected to motivate the student youth to understand the values and philosophy of National Services Scheme. The overall functions of program officer is to help the student to plan, implement, and evaluate the activities of NSS under his guidance. To discharge the obligations under NSS program, the program officer plays the role of an organizer, an educator, a coordinator, a supervisor, an administrator, and a public relation officer to improve the quality and magnitude of NSS program in his institution. So for discussing the roles and responsibilities of a program officer, we had a guest with us. Let us introduce him. So my dear students, നമ്മൾ ഇന്ന് 9ാമത്തെ ലെക്ചർ നമ്പർ 9 ആണ്. നാഷണൽ സർവീസസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസർ എന്ന് പറയുന്നൊരു പദവിയുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രോഗ്രാം ഓഫീസറിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അദ്ദേഹം നിർവഹിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഡോൺ ബോസ്കോ കോളേജിലെ NSSൻ്റെ സെക്കൻഡ് യൂണിറ്റ്, നമുക്ക് കോളേജിൽ 2 യൂണിറ്റുകളാണുള്ളത്. ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞ ലെക്ചറിൽ മെറീന മിസ്സാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നത്. സെക്കൻഡ് യൂണിറ്റിലെ ചാർജായിട്ടുള്ള പ്രോഗ്രാം ഓഫീസറായിട്ടുള്ള ക്ലിൻറ്റൺ സാറിനെ ഹാർദവപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാർ മനസ്സ് നന്നാവട്ടെ. അപ്പോൾ സാറേ, എന്താണ് ഒരു പ്രോഗ്രാം ഓഫീസർ, എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഓഫീസർ പദവിയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഓക്കെ, ആദ്യമായിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ക്ലിൻറ്റൺ ക്ലെമൻറ്റ്, ഡോൺ ബോസ്കോ കോളേജിൻ്റെ NSS പ്രോഗ്രാം ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോളേജിൽ 2 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 2 പ്രോഗ്രാം ഓഫീസറായിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം ഓഫീസറെ സെലക്ട് ചെയ്യുന്നത് ടീച്ചിങ് ഫാക്കൽറ്റിയിൽ നിന്നാണ്. ആ കോളേജിലെ ടീച്ചിങ് ഫാക്കൽറ്റിയിൽ നിന്നാണ് നമ്മൾ പ്രോഗ്രാം ഓഫീസറെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചിങ് ഫാക്കൽറ്റി എന്ന് സാർ എടുത്തു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, ടീച്ചിങ് ഫാക്കൽറ്റീസിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് വരാൻ കഴിയത്തുള്ളൂ? അതെ, ടീച്ചിങ് ഫാക്കൽറ്റി ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം NSS NCC അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആവാൻ പാടില്ല. അത്തരം ചാർജ് ഉള്ളവരെ ക്രൈറ്റീരിയാസ് ആണ്. ഒന്ന് ടീച്ചിങ് ഫാക്കൽറ്റി ആയിരിക്കണം, 2 NCC പോലുള്ള ഇതിനകത്ത് നമ്മൾ മറ്റ് ചാർജുകൾ NCC ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലുള്ള ചാർജുള്ള ആൾക്കാരൊന്നും പാടില്ല. ഇനി നമുക്കറിയേണ്ടത് എത്ര നാളത്തേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നത്? സാധാരണയായിട്ട് ഒരു പ്രോഗ്രാം ഓഫീസറിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷമാണ് നമ്മുടെ ഒരു പ്രോഗ്രാം ഓഫീസറിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത്. പിന്നീട് നമുക്കത് എക്സ്റ്റെൻഡബിൾ ആണ്. നമുക്ക് ഫംഗ്ഷനിങ് കൊണ്ട് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് പറയുന്നു, ഇത് ആരാണ് നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പൾ ആണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. പിന്നീട് അതിന്റെ ബാക്കിയുള്ള ഫോർമാലിറ്റീസ് യൂണിവേഴ്സിറ്റി. പ്രിൻസിപ്പൾ നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം കോർഡിനേറ്ററിന് നമ്മൾ പ്രിൻസിപ്പൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു പ്രപ്പോസൽ വരെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും ഇതിനെ സെയിം ഫോർമാലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. So the role of a program officer as an organizer is to implement the scheme to the students and the other members of the college community and create awareness about the scheme. So as an organizer, he should enlist the cooperation and coordination of community agencies, government departments, and non-governmental agencies. And finally, as an organizer, the program officer should select service projects on the basis of utility and feasibility. Secondly, the program officer should be a good educator. In the role of an educator, he should prepare orientation programs for NSS volunteers, explain them about the concepts of social service, and teach them methods and skills required for achieving the objectives of the scheme. And he should promote community education through meetings, talks, news bulletins, news discussions, etc. And also the program officer should be a good coordinator. As a coordinator, he should coordinate the NSS activities in accordance with the students' ability and community demands. And also he should coordinate internal resource available in the form of teaching expertise of teachers for enhancing the knowledge and skills of the student in implementation of the NSS. And finally, as a coordinator, he should coordinate various external resources available in the form of government services, welfare agencies, and voluntary bodies for the successful implementation of NSS programs under his unit. And fourthly, an NSS officer should be a supervisor. That is, he should assist the student to learn how to do their jobs
and consultative skill should enable the student to set realistic goals and see the problems as a challenge and take appropriate steps to solve them. And also he should assist in evaluation and follow-up works. And one of the key role of a program officer is he should act as an administrator. That is, to keep the principal, college advisory committee and the program coordinator of the university informed about the activities of his NSS unit, and to run day-to-day administration of the program, and to attend the correspondences regularly, and to maintain records of students' participation and activities undertaken, to prepare progress report periodically for the submission to the college and to the university, to keep account and stock in the prescribed forms, and finally to prepare annual calendar and activities that should be undertaken. That is, as an administrator, the program officer should maintain each and every record and should know about all the activities undertaken in his NSS unit. And finally, the NSS program officer should act as a public relation person. So as a public relation person, he should inform the community about the schemes through press reports, radios, and television programs, and also he should organize seminars and speakers forums. So as a public relation person, he should initiate IEC campaigns for image building of NSS in order to inspire and motivate the students as well as the community. From this, it is clear that the selection of program officer will be made by the principal or the head of the institution, and the program officer will be selected from the members of a teaching faculty only. And also, NCC officers and physical education directors should not be appointed as NSS program officer. And in women colleges or schools, a lady teacher should be appointed as program officer. However, a male member may help the lady program officer. And the tenure or maximum period for which the teacher is appointed as a program officer will be for 3 years in the first instance. However, this period is extendable to 1 more year on the basis of the reviews of his performance by the head of the institutions. And next we are going to discuss about the functions that should be performed by a program officer. സാറേ, അടുത്തത് നമുക്ക് ചോദിക്കേണ്ടത് എന്തൊക്കെയാണ് ഒരു പ്രോഗ്രാം ഓഫീസറിൻ്റെ ഫംഗ്ഷനാലിറ്റി, അല്ലെങ്കിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഒരു പ്രോഗ്രാം ഓഫീസർ NSS കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ? ഓക്കെ, അപ്പോൾ ഒരു NSS പ്രോഗ്രാം ഓഫീസർ എന്ന് പറയുന്നത് മെയിനായിട്ട് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മുടെ NSSൻ്റെ ഫിലോസഫിയും NSSൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് അവരെ ബോധവൽക്കരണം ചെയ്യുക, അവർക്ക് ആവശ്യമായ ഒരു എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് NSS, എന്താണ് NSS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് സ്റ്റുഡൻസിൻ്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് NSS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് സ്റ്റുഡൻസിനെ കൊണ്ടുവരിക, ഒരു എഡ്യൂക്കേറ്റർ എന്ന നിലയിലേക്കും. പിന്നീട് നമ്മുടെ യൂണിവേഴ്സിറ്റി തലത്തിൽ അവർ പറയുന്ന ആക്ടിവിറ്റീസ്, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ തരും, ഒരു പ്രോജക്ട്സ് ആയിട്ട് നമുക്ക് തരും. ഇപ്പോൾ ഹരിതാലയം പ്രോജക്റ്റ് ആണെങ്കിലും നമ്മുടെ കോളേജിൽ നമ്മൾ ചെയ്തൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന മരങ്ങൾ. മനോഹരമായിട്ടുള്ള കുറേ ചെടികളെല്ലാം, അതെ അതെ അതെ, ഇതെല്ലാം നമ്മുടെ സ്റ്റുഡൻസിനെ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓരോ പ്രോജക്റ്റിൻ്റെ വൈസ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ എൻവയോൺമെന്റ് ഡേക്ക് 2019 എൻവയോൺമെന്റ് ഡേക്ക് പുൽവാമ അറ്റാക്കിൽ മറ്റ് സോൾജേഴ്സിന്റെ അവരുടെ ഒരു ആദരവ് പോലെ നമ്മൾ നട്ടിരിക്കുന്ന മരങ്ങളാണ്. അത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. പുൽവാമ അറ്റാക്കിൽ മരിച്ച ധീര സൈനികർക്കായിട്ടുള്ള അവർക്ക് മെമ്മോറിയൽ ആയിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ മിനിസ്റ്റർ വന്ന് ചെയ്ത പ്രോജക്റ്റാണിത്. അപ്പോൾ സാറ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പരാമർശം അവിടെ നടത്തി. അപ്പോൾ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഏത് മിനിസ്റ്റർ ആയിരുന്നു ഈ ഒരു പ്രോജക്റ്റുമായിട്ട് നമുക്ക് സഹകരിച്ചത്? കെ രാജു സാറായിരുന്നു, നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു. കെ രാജു സാറാണ് ആദ്യത്തെ പ്ലാന്റ് നട്ടുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തത്. നേരിട്ട് സാറ് വന്നാൽ ഉദ്ഘാടനം ചെയ്തത് വലിയൊരു കാര്യമാണ്. കാരണം പുൽവാമ അറ്റാക്കിൽ മരിച്ച ധീര സൈനികരെ ആദരിക്കുക, നമ്മുടെ അത്തരത്തിലൊരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഒത്തിരി മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സമൂഹത്തിനുള്ള ഒരു സന്ദേശം കൂടെയാണ് കൂടുതൽ മരങ്ങൾ. മൊത്തത്തിൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്റ്റുഡൻസിലേക്ക് ആ ഒരു സോഷ്യൽ വാല്യൂ കൊണ്ടുവരിക, എൻവയോൺമെന്റിനോടും സൊസൈറ്റിയോടും റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ NSS കൊണ്ട്. അപ്പോൾ 2019 ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവന്നു. 2020 പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ കാലഘട്ടം പോലും ഒരു ലോക്ക്ഡൗണിലെ കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു സമയത്തും NSSകാർ ആ ഒരു ചിന്തയിലേക്ക് സ്റ്റുഡൻസിന് ആ ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി ഈ വർഷത്തെ നമ്മുടെ പ്രോജക്റ്റ് ആയിരുന്നു ഹരിതാലയം പ്രോജക്റ്റ്. അതെന്ന് പറയുന്നത് വീടുകളിൽ തന്നെ തൈ വെച്ച് കിളിപ്പിച്ച് അതിൽ അത്തരത്തിൽ ആ ഒരു ബോധവൽക്കരണം പിള്ളേരിലേക്ക് അപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഹരിതാലയം പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പ്രോജക്റ്റ് കൊണ്ടുവന്നു. ഈ വർഷം 2020 നമ്മൾ ഹരിതാലയം എന്ന് പറഞ്ഞ ഹരിതാലയം പ്രോജക്റ്റ് കൊണ്ടുവന്നു. തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
അപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, ഇതുപോലെ നമുക്ക് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും പദ്ധതികൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അത് നമ്മൾ പ്ലാസ്റ്റിക്കിനെതിരെയായിട്ട്, അതായത് സ്റ്റുഡൻസിന് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ കോളേജുകളിൽ തന്നെ പ്ലാസ്റ്റിക് എല്ലായിടത്തും സ്പ്രെഡാക്കി ഇടാതെ കളക്ട് ചെയ്ത ഒരു മേഖലയിൽ തന്നെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്നൊരു പ്രോജക്റ്റ്. അതിനൊരു നമ്മൾ കോളേജിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻസ് എല്ലാം കറക്റ്റ് ആ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് കുട്ടികൾ നിക്ഷേപിക്കുന്ന ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. പ്ലാസ്റ്റിക്കിനെ നമ്മൾ എങ്ങനെ വൈസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം, നമുക്ക് ക്ലിയർ ആയിട്ട് അത് വേസ്റ്റ് ആകുന്നില്ല എന്നുള്ള രീതിയിൽ റീസൈക്കിൾ നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ബോക്സാണിത്. സ്റ്റുഡൻസ് ഇവിടെ കുട്ടികൾ മെയിനായിട്ടും ക്യാൻറ്റീനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ക്യാമ്പസിൽ മൊത്തത്തിൽ നിക്ഷേപിക്കാതെ കറക്റ്റായിട്ട് അവിടെ തന്നെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് നമ്മൾ അത് കറക്റ്റ് ഫില്ലാകുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് നമ്മളത് മാറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായിട്ട് മുനിസിപ്പാലിറ്റി? അതെ, നമ്മുടെ പഞ്ചായത്തുമായിട്ട്. നമ്മുടെ പഞ്ചായത്താണ് നമ്മൾ ഈ ഒരു അഡോപ്റ്റഡ് വില്ലേജ് ആയിട്ട് എടുത്തേക്കുന്നത്. തൃക്കോവിലം ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ അഡോപ്റ്റഡ് വില്ലേജ്. അപ്പോൾ ആ വില്ലേജിൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് എല്ലാം നടക്കുന്നത്. തൃക്കോവിലം ഗ്രാമപഞ്ചായത്തും നമ്മുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആക്ടിവിറ്റീസ് അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവരിലേക്ക് ഹെൽപ്പ് ആണെങ്കിലും അവരുടെ സ്ഥലത്ത് നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. നമ്മുടെ മെമ്പർ ആയാലും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ തന്നെ. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു പ്രോഗ്രാം ഓഫീസറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും. ഇതുകൂടാതെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നമ്മുടെ ഫംഗ്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെല്ലാം റെക്കോർഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മന്ത്ലി നമ്മൾ റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കണം. അതുകൂടാതെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റം കൃത്യമായിട്ട് NSSന്റെ ഒരു ഓഫീസർ മെയിൻറ്റെയിൻ ചെയ്യും. നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ ഒരു ഓർഗനൈസർ ആയിരിക്കണം, എഡ്യൂക്കേറ്റർ ആയിരിക്കണം, കമ്മ്യൂണിറ്റി ആയിരിക്കണം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഒരു ലൈസൺ ലെവലിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു ലെക്ചർ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നത് ഡോൺ ബോസ്കോ കോളേജിലെ NSSന്റെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ടുള്ള ക്ലിൻറ്റൺ ക്ലെമൻറ്റ് എന്ന് പറയുന്ന സാറാണ്. അപ്പോൾ സാറിന് ഈ ഒരു ക്ലാസ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്തതിന് ഒത്തിരിയായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ സാറ് നമ്മൾ തുടങ്ങിയ പോലെ തന്നെ മനസ്സിലാവട്ടെ. So from this discussion it is clear that the program officer will plan the NSS regular activities and special camping programs. The program officer will divide the NSS unit into different groups and assign the definite task and target and projects to each group. The program officer should supervise the working of NSS volunteers, and the program officer should ensure the basic aim of NSS program, that is the personality development of NSS volunteers through interaction of different classes of society. And the program officer will maintain necessary records and registers prescribed by the Government of India and the program coordinator of the university. And the program officer will be responsible for the equipment and store purchasement of the NSS fund. He should spend the NSS grant as per the administrative and financial directive of the Government of India and the NSS program coordinator. The NSS program coordinator will depute NSS volunteers for participation in various programs sponsored by the Department of Youth Affairs and Sports, Government of India, such as National Integration Camp, adventure programs, Republic Day Parade, and any other functions organized by the NSS regional centers and concerned university. The program officer will submit reports to the NSS regional center periodically, and these records should also be furnished to the program coordinator and the state NSS liaison officer and training centers. The program officer should work as a liaison officer between the official departments of NSS, the government departments, and NSS projects and activities. And finally, the program officer will convene the meeting of the college advisory committee in consultation with the head of the institution as laid down in the NSS manual. So my dear students, in this lecture we had discussed about the activities and the roles of an NSS program officer. Hope you had understood this topic. So dear students, kindly go through these assignment questions. So question number 1 is, write notes on the roles of NSS program officer. Second question, what are the qualifications needed for the selection of an NSS program officer? Third question is, what are the functions or duties of an NSS program officer? So hope you had understood this topic. See you soon. Until then, goodbye. Thank you and all the best.